ഹലോ മച്ചാന്മാരെ, ഇന്ന് നമ്മളൊരു കാർ പോർച്ച് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഈ കാണുന്ന ഏരിയയിലാണ് 2 കാർ ഇടാനുള്ള സെറ്റപ്പിൽ ഒരു പോർച്ച് സെറ്റ് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ പണികളൊന്നും എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് വലിപ്പത്തിലാണ് ചെയ്യുന്നത്. ഒരു 20 ഉള്ള കിട്ടുന്ന രീതിയിലുള്ള 20 അടി × 20 അടി നീളത്തിൽ ഉള്ള കിട്ടുന്ന രീതിയിലുള്ള ഒരു വലിപ്പത്തിലുള്ള ഒരു പോർച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പോർച്ച് 4 തൂണ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ മെറ്റീരിയൽ ഇറക്കി കഴുകൊല്ലും കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ 4 തൂണാണ് ചെയ്യുന്നത്. 4x4 തൂണാണ് നമ്മൾ പ്രാവശ്യം ചെയ്യുന്നത്. 4x4 തൂണ് 4 അത് അത്യാവശ്യം ഹൈറ്റ്, അതായത് വലിയ ഓവർ ഹൈറ്റ് ഇല്ല, കാരണം ഇറച്ചിലടിക്കുന്ന പ്രശ്നം ഉണ്ടാവുമല്ലോ, സൈഡിൽ നിന്ന് നനയാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള ഹൈറ്റിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. എല്ലാം സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. വലിയ ട്രസ്സോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വലിപ്പം കൂടിയ പൈപ്പുകൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സാധനമെല്ലാം പെയിൻ്റ് അടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് തൂണ് ഫില്ലർ നട്ടുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 4 തൂണ് സെറ്റ് ചെയ്തു. ആദ്യം തന്നെ ഫില്ലർ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് വേണ്ടതിൽ ബീം സെറ്റ് ചെയ്തതാണ്. ബീം എല്ലാം വെച്ച് റെഡിയാക്കുകയാണ് പിന്നത്തെ പണി. 2 സൈഡിലും ബീം സെറ്റ് ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കഴുക്കോല് വെച്ചു. കഴുക്കോല് 4x2 പൈപ്പാണ് നമ്മൾ കഴുക്കോലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ ചെരുവൊന്നും ഇടുന്നില്ല. വലിയ ചെരുവ് കുറച്ച് തന്നെയാണ്, കാരണം ചെരുവ് അധികം കൂടുന്നതിനനുസരിച്ച് പിന്നെ സൈഡിൽ നിന്നുള്ള കാറ്റടിക്കൽ കൂടുമല്ലോ. ഹൈറ്റ് അത്യാവശ്യം വണ്ടി കയറണം. ഇത് അത്യാവശ്യം പിക്കപ്പ് പോലത്തെ വണ്ടി വരെ കയറണം. അതിനെക്കാട്ടും ഹൈറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല, കാരണം വീടുകളിൽ ചെയ്യുന്ന സംഭവമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്കും കഴുക്കെല്ലാം വെച്ച് കഴിയുമ്പോൾ പിന്നെ പട്ടികയുടെ പണിയാണ്. പട്ടിക നമ്മൾ 1.25 ഇപ്രാവശ്യം യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ബോർഡർ പൈപ്പ് വെക്കുമ്പോൾ ഹൈറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ബോർഡറായിട്ട് നമ്മൾ 6.1 പൈപ്പാണ് സെറ്റ് ചെയ്യുന്നത്. 6.1 പൈപ്പ് ബോർഡർ വെക്കുന്നു. ഏകദേശം നമ്മുടെ മറ്റ് കഴുക്കോലിൻ്റെയും ബോർഡറിൻ്റെ എല്ലാം പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടികയെല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ വെൽഡിങ്ങെല്ലാം ഏകദേശം കണ്ട് തീരാനായിട്ടുണ്ട്. അതിലിടക്ക് വർക്കിനിടക്ക് നല്ല മഴയെല്ലാം പെയ്യുന്നുണ്ട് വെയിലിന്. അതുകൊണ്ട് തന്നെ വർക്ക് ലേശം സ്ലോ ആയിരുന്നു. ഉദ്ദേശിച്ചത്ര സ്പീഡിൽ വർക്ക് നടന്നിട്ടില്ല. നമ്മൾ ഈ വർക്കിന് 4 സൈഡിൽ ബോർഡർ വെക്കുന്നില്ല. വീടിൻ്റെ ബാക്ക് സൈഡിലും വെക്കുന്നില്ല, ഒരു സൈഡിലും വെക്കുന്നില്ല. അത് വീടിൻ്റെ പുറകു സൈഡിലോട്ട് തോന്നിക്കും. ഫ്രണ്ട് വശത്ത് നിന്ന് കാണുന്ന 2 സൈഡിൽ മാത്രമേ നമ്മൾ ബോർഡർ ചെയ്യുന്നുള്ളൂ. ബാക്ക് സൈഡിൽ പിന്നെ പാത്തി വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് കാണില്ല. ഫ്രണ്ട് ഈ 2 കോർണർ, ഈ കോർണർ മാത്രമേ നമ്മൾ ബോർഡർ വെക്കുന്നുള്ളൂ. പുറകുവശം പിന്നെ കാണില്ല. വീടിൻ്റെ ഫ്രണ്ട് അങ്ങനെ വ്യൂ ഇല്ല. ബാക്ക് സൈഡ് പിന്നെ പാത്തിയും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വലിയ വ്യൂ ഉള്ള സ്ഥലമല്ല. ആദ്യ ദിവസം നല്ല മഴയെല്ലാം കിട്ടി നടക്കും. പക്ഷേ ഇന്ന് അത്യാവശ്യം വെയിലെല്ലാം ഉണ്ട്. ഉച്ചയാകുമ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോഴത്തേക്കും തീർക്കണം എന്നുള്ള പരിപാടിയിൽ നമ്മൾ സ്പീഡായിട്ട് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ പ്രൈമർ മാത്രമേ നിലവിൽ അടിച്ചിട്ടുള്ളൂ. പെയിൻ്റ് അടിക്കൽ നടക്കുമോയെന്ന് അറിയില്ല. മഴയാണെങ്കിൽ പെയിൻറ്റ് രണ്ടാമത് അടിക്കേണ്ടി വരും. നോക്കാം. ഏകദേശം വർക്കെല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ വർക്കെല്ലാം തീരാനായിട്ടുണ്ട്. നമുക്ക് പ്രൈമർ ടച്ച് ചെയ്യാനും ഷീറ്റ് ഇടാനുമാണ് ഉള്ളത്. അപ്പോൾ ഈ വർക്ക് കണ്ടു കഴിഞ്ഞിട്ടൊന്ന് അഭിപ്രായം പറയണം. അതുപോലെ തന്നെ ഈ വർക്കിനെ കുറിച്ചുള്ള ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഇന്നത്തെ നമ്മുടെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് നമ്മൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 2 വണ്ടി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ച് ആണിത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ സീലിംഗ് കൂടി ചെയ്യാനുള്ള പ്ലാനുണ്ട്. സീലിംഗ് കൂടി ചെയ്ത് കഴിയുമ്പോൾ നല്ല വൃത്തിയാവും.